രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടയും അതുപോലെ തന്നെ മുരിങ്ങയിലയും കൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോണേ. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതും 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് അരിയാട്ടോ. കുട്ടികൾക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് പൊടിയായി അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ 4 മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ചിക്കി പൊരിക്കില്ലേ, അതേപോലെ തന്നെയാണ്. മുട്ട പകുതി വേവാകുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുത്ത ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുട്ടയുടെയും മുരിങ്ങയിലയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. കാരണം ഞാൻ കുറച്ച് മുരിങ്ങയില അധികം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയാണ് അധികം വേണ്ടതെന്നുള്ളവർ അങ്ങനെ എടുക്കുക. അതുപോലെ തന്നെ മുരിങ്ങയിലയ്ക്ക് പകരമായിട്ട് ഏത് തരം ചീര ഇട്ട് നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് കുക്കാവും. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ മുരിങ്ങ നന്നായിട്ട് വെന്ത ശേഷം 1/2 കപ്പ് തേങ്ങ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുട്ട മുരിങ്ങയില തോരൻ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് കൊടുക്കേണ്ട ഒന്നാണ്. മുട്ടയും അതുപോലെ തന്നെ മുരിങ്ങയില അത്രയും ഹെൽത്തിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം ഫീഡ്ബാക്ക് തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.